ആദ്യമായിട്ട് ഞാൻ മത്സരിച്ചത് കോളേജിലാണ്. കോളേജിൻ്റെ തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആദ്യം മാടായി കോളേജ് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു. നെസോയ്ക്ക് വലിയ സ്വാധീനമുള്ള ക്യാമ്പസ് അല്ല. പയ്യന്നൂർ കോളേജിൽ നിന്നാണ് ഞങ്ങൾ ഒരു 4-5 വർഷത്തിന് ശേഷം പയ്യന്നൂർ കോളേജ് യൂണിയൻ തിരിച്ചു പിടിക്കുന്നത്. ഡിഗ്രി സെക്കൻഡറി പഠിക്കുക. അന്ന് ഞാൻ UEC ആയിട്ടാണ് ജയിച്ചത്. എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി നിയമസഭ കല്യാശ്ശേരി മണ്ഡലത്തിൽ, പുതുതായി രൂപീകൃതമായ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിയമസഭയ്ക്ക് മത്സരിക്കുന്ന തീരുമാനിക്കുന്നത്. മറ്റേ ഇപ്പോൾ നാട്ടിലെ ഏതെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശിക ഭരണസമിതിയിലൊക്കെ ഒന്നും മത്സരിച്ച അനുഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ സജീവമായിരുന്നു, എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും. ഇപ്പോൾ പിണറായി 96 ഇവിടെ മത്സരിച്ച ഘട്ടം മുതൽ ഞാൻ അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുറേ ദിവസം തുടർന്നും കൂടുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ വളരെ സജീവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ആളുകളോട് എങ്ങനെ സമീപിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ചുള്ള ഒരു പരിചയക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പാർട്ടി അങ്ങനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ വിദ്യാർത്ഥി യുവജന പ്രവർത്തനത്തിൽ ഭാഗമായിട്ടുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും കല്യാശ്ശേരി പോലെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനായാസേന ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലത്തിൽ എന്നെ പരിഗണിച്ചത് തീർച്ചയായിട്ടും CPM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ ഒക്കെ ഉയർത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ പാർട്ടി കാണിച്ച ഒരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും പാർട്ടി നേതൃത്വം. എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമായ എല്ലാവിധ പിന്തുണയും സഹായവും, അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ള നേതൃത്വമായിരുന്നു പാർട്ടി നേതൃത്വം. നേതാക്കന്മാരെ ഒരാളുടെ പേരുകൾ പ്രത്യേകിച്ച് പറയുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് നല്ലൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും ബാലസംഘം മുതൽ പ്രവർത്തിച്ച അതേ പ്രദേശത്താണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആളുകളെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്നവരാണ്. മാത്രമല്ല അന്ന് ഞങ്ങളുടെ പാർട്ടി മാടായി ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് കല്യാശ്ശേരി വരെ നീണ്ടേക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടുമൊഴിയുള്ള എല്ലാ പ്രദേശങ്ങളും ഞാൻ ബാലസംഘത്തിൻ്റെയും SFIയുടെയും ഒക്കെ പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരു മേഖല തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വലിയ തോതിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് 30,000 ഏതാണ്ട് വോട്ട് കുറവായിരുന്നു ഞാൻ വിജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ജനപ്രതിനിധി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ജനങ്ങൾ അർപ്പിച്ചൊരു വിശ്വാസം, പാർട്ടി നൽകിയ ഒരു പരിഗണന, ഇതൊക്കെ കണക്കിലെടുത്ത് കേരളത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാശ്ശേരിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ മേഖലയാണ്. നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഇല്ല, നഗരപ്രദേശങ്ങൾ ഇല്ല, നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളെ നമുക്കുള്ളൂ. 10 പഞ്ചായത്താണ്. ഇത് പ്രത്യേകിച്ചും കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഫണ്ടിൻ്റെ ലഭ്യത കുറവിനിടയാക്കുമായിരുന്നു. ബാക്കി സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, എന്ന് വെച്ചാൽ റോഡുകൾ അപര്യാപ്തത, പിന്നെ കണക്ടിവിറ്റി, വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ഇതൊക്കെയായിരുന്നു നമ്മുടെ മണ്ഡലം പ്രധാനമായിട്ടൊന്ന് അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ. പ്രത്യേകിച്ചും കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം, ഇതൊക്കെ ഈ ലാക്രേറ്റ് ഏരിയയാണ്, കുന്നിൻ പ്രദേശങ്ങളാണ്. എന്നാൽ ചെറുകുന്ന്, അതുപോലെ തന്നെ കല്യാശ്ശേരിയുടെ ഒരു ഭാഗം, കണ്ണപുരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, മാട്ടൂല്, മാടായുടെ ഒരു ഭാഗം, ഇതൊക്കെ പ്രത്യേകിച്ചും ശുദ്ധജലം കിട്ടാത്തൊരു മേഖലയാണ് ഈ പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം മേഖല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കായിരുന്നു. അതിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ അന്ന് UDF സർക്കാരായിരുന്നു. ഞാൻ ആദ്യം MLA ആയിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ്, അദ്ദേഹം ഈ വികസന കാര്യത്തിൽ വലിയ രാഷ്ട്രീയ വെറുതെയൊന്നും കാണിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പഴയങ്ങാടി KSTP റോഡ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ 120 കോടിയുടെ പ്രൊജക്റ്റ് 2013 നമുക്ക് അനുവദിച്ചു. അതിൽ മേൽപ്പാലങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ഈ മേഖലയുടെ ഒരു മുഖച്ഛായ തന്നെ മാറി. മാത്രമല്ല അത് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ
ഏതാണ്ട് 7 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്. ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും മാത്രമല്ല, കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കും വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നതിന് എളുപ്പമുള്ള ഒരു വഴിയായിട്ട് ഇത് മാറി. അപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്തും ഞങ്ങളൊരു പ്രൊജക്റ്റുകൾ കൊടുത്തിരുന്നു. പ്രൊജക്റ്റുകൾ കൊടുത്തപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് അതിന് നിഷേധാത്മകമായ നിലപാടുണ്ടായിരുന്നില്ല. അതുപോലെ ടൂറിസം രംഗത്ത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായൊരു പ്രദേശമായിരുന്നു. നല്ല മനോഹരമായ 10-14 കിലോമീറ്റർ കടലോരമുണ്ട്. അതിൽ മാടായി വാട്ടൂർ പഞ്ചായത്ത്, അതിൽ ചൂട്ടാട്, പ്രത്യേകിച്ചും ഏഴിമലക്ക് തൊട്ട് അഭിമുഖമായി വരുന്നൊരു പ്രദേശമാണ്, ഒരു അഴിമുഖമാണ്. അവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 80കളിൽ സോഷ്യൽ ഫോറസ്ട്രി, അന്നത്തെ സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാറ്റാടി തൈകൾ വെച്ച് പിടിപ്പിച്ച സ്ഥലമായിരുന്നു. മനോഹരമായ തീരായിരുന്നു. അന്ന് അവിടെ മണ്ണെടുപ്പ് വലിയൊരു പ്രശ്നമായിരുന്നു. ഈ രാത്രികാലങ്ങളിലെ മണ്ണെടുപ്പ് അത് നമ്മുടെ തീരശോഷണത്തിനിടയാക്കുന്ന സ്ഥിതി വന്നു. അന്ന് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണും. 2012 ഞാൻ MLA ആയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഇതൊരു ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നാടിൽ ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ നമുക്ക് കുറേ കടകൾ വരും, ഒന്ന് സജീവമാകും. മാത്രമല്ല മണ്ണെടുപ്പ് നമുക്ക് അനധികൃതമായ ഈ മണ്ണെടുപ്പ് നമുക്ക് എന്നേക്കുമായി തടയാൻ പറ്റും. അവർ സഹായിച്ചു. അങ്ങനെ നമുക്ക് ഈ നിലവിൽ നമ്മുടെ ചൂട്ടാടേക്ക് വന്ന റോഡിൽ നിന്ന് ബീച്ചിലേക്ക് അന്ന് റോഡുണ്ടായിരുന്നില്ല. സ്വകാര്യ വ്യക്തിയെ കാണാൻ പോയി, കൺസെൻറ്റ് വാങ്ങി, MLA ഫണ്ട് വെച്ച് റോഡ് വെച്ചു. അവിടെ ഒരു ബീച്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഈ ചൂട്ടാട് മേഖലയുടെ, പ്രത്യേകിച്ചും പുതിയങ്ങാടി മേഖലയുടെ ഒരു മാറ്റം ഇതിന് വലിയ തോതിൽ സഹായകരമായി തീർന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ വയലപ്പുറയിൽ ഒരു PPP മോഡലാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതി വരില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ വയലപ്പുറ എന്ന് പറയുന്നത്, ആ വയലപ്പുറ ബാക്ക് വാട്ടർ നല്ലൊരു ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ പഞ്ചായത്തുകൾക്ക് തീരുമാനിക്കുകയും സെമിനാറുകളിലൊക്കെ ഇത് സജീവമായി വരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഫണ്ട് ലഭിച്ചിരുന്നില്ല. അന്ന് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറാണ്. അപ്പോൾ ഞാൻ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നല്ല സമീപനം ഉണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ അന്ന് നമുക്കൊരു റോഡ് വേണമായിരുന്നു. ഈ വയലപ്പുറ കായലിൻ്റെ കിഴക്കേ ഭാഗത്തോടുകൂടി നമ്മുടെ ചെമ്പലിക്കുണ്ട് റോഡിലേക്ക് റോഡ് നിർമ്മിക്കണമായിരുന്നു. അതൊന്ന് K. ബാബുവാണ് ഫിഷറീസ് മിനിസ്റ്റർ. അദ്ദേഹത്തിന് കീഴിൽ ഈ തീരദേശ റോഡുകളുടെ ഫണ്ട് അന്ന് അദ്ദേഹം ഹാർബർ എഞ്ചിനീയറിംഗ് കൂടി കൈകാര്യം ചെയ്യാം. 2.5 കോടി രൂപ ആ റോഡിന് അനുവദിച്ചു. ടൂറിസത്തിന് 1 കോടി രൂപ അനുവദിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നീട് നമ്മൾ ഒരു പ്രൈവറ്റ് ഏജൻസി വന്നു, DTPC അവരൊരു പ്രോജക്റ്റ് സമർപ്പിച്ചു. അങ്ങനെയാണ് അന്ന് നല്ലൊരു പ്രത്യേകിച്ച് ഉത്തര മലബാറിലെ ടൂറിസം രംഗത്ത് ഒരു ബൂം ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു ഈ 2 പോലെ. ഇന്നിപ്പോൾ നമുക്കറിയാം ഉത്തര മലബാർ ടൂറിസം രംഗത്ത് പതുക്കെയാണെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷനുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. വലിയൊരു സാധ്യത നമുക്ക്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ കുടിവെള്ളത്തിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കുടിവെള്ളമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ജനുവരി കഴിഞ്ഞാൽ 4-5 മാസം ഒന്നിക്കൽ ടാങ്കർ കൊണ്ടുവരുന്ന കുടിവെള്ളത്തെ ആശ്രയിക്കേണ്ടുന്നൊരു സ്ഥിതിയായിരുന്നു ഇവിടുത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അതിൽ നേരത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതി തുടങ്ങിയിരുന്നെങ്കിലും അതിൻ്റെ ഫണ്ടിൻ്റെ കുറവ് മൂലം ജപ്പാൻ സഹായം പാതി വഴിയിൽ നിന്നു. അപ്പോൾ നേരത്തെ വിഭാവനം ചെയ്തതിൻ്റെ പാതി താഴെയായിട്ട് പദ്ധതി കട്ടൗട്ട് ചെയ്തു. ആ ഘട്ടത്തിൽ പ്രത്യേക പ്രൊജക്റ്റ് ഉണ്ടാക്കി. അന്ന് PJ ജോസഫ് മിനിസ്റ്ററായിരുന്നു. അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഫണ്ട് തന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പല മേഖലകളിലേക്കും പുതുതായിട്ട് പൈപ്പ് ലൈൻ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. മാടായിൽ ഒരു പ്രത്യേക കുടിവെള്ള പദ്ധതി അന്ന് കൊണ്ടുവന്നു. അതിനുശേഷം 2014 ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ, പിണറായി സർക്കാർ വന്നപ്പോൾ ഈ കാര്യങ്ങൾ അന്ന് ധനകാര്യമന്ത്രി ബോധ്യപ്പെടുത്തി. അങ്ങനെ ചെറുതാഴം, കുഞ്ഞുമംഗലം പഞ്ചായത്ത്, അന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതി നിന്ന് വിട്ടുപോയ പഞ്ചായത്തുകളാണ്. ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള പഞ്ചായത്ത്. കിഫ്ബിയിൽ നമുക്ക് ഫണ്ട് തന്നു. ഇപ്പോൾ ഏതാണ്ട് കല്യാശ്ശേരി മണ്ഡലത്തിൽ 50,000-ഓളം വീടുകളാണ്. ഏതാണ്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ കുടിവെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലായിടത്തും നമുക്ക് കുടിവെള്ളം ലഭ്യമാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 100% കുടിവെള്ള ലഭ്യതയുള്ള ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു കല്യാശ്ശേരി. ഒരുപക്ഷെ കേരളത്തിലെ 100% വീടുകളിലും കുടിവെള്ളം എത്തുന്ന ആദ്യത്തെ മണ്ഡലമായി നമുക്കിതിനെ പ്രഖ്യാപിക്കാൻ പറ്റും. ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഈ നിലയിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു വായനശാല പ്രവർത്തകനായിരുന്നു. ഞാൻ വലിയൊരു വായനക്കാരനൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും എന്നെ ഒരു വായനക്കാരനാക്കി മാറ്റിയത് വായനശാലയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ വായനശാലയായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ വായനശാലയെ ഹൈടെക് ആക്കി മാറ്റി, പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ വായനശാലയെ മാറ്റി.
വായനശാലയിൽ പുസ്തക ചർച്ചകൾ നടക്കണമെങ്കിൽ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അത് സഹായകരമാണ്. സംസാരിക്കുന്ന ആൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും. കുറച്ചുകൂടി ഫ്ലുവൻ്റായിട്ടും വ്യക്തമായി സംസാരിക്കണമെങ്കിൽ ഒരു മൈക്ക് കൂടി ഉണ്ടെങ്കിൽ അത് സഹായകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. വായനശാലകൾ ഹൈടെക് ആക്കുക ഒരു പദ്ധതി. വായനശാലകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുക മാത്രമല്ല, അതിനൊരു പ്രൊജക്റ്റ് കൊടുത്തു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വായനശാലകൾക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവ്. 2014 സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രി ഞാൻ കണ്ടു. ഞാൻ തന്നെ ഒരു പ്രൊജക്റ്റ് ആക്കി കല്യാശ്ശേരിക്ക് വേണ്ടി. ഞങ്ങൾ ചെയ്തത് എല്ലാ വായനശാലകൾക്കും സൗണ്ട് സിസ്റ്റം, പിന്നെ ഒരു പ്രൊജക്ടർ, സ്ക്രീന്, പിന്നെ ഒരു ലാപ്ടോപ്പ്. വായനശാലകളെന്ന് പറയുന്നത് ഒരേ സമയം പിന്നെ ഒരു ഗ്രന്ഥാലയമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള സേവനങ്ങൾ കൂടി ലഭ്യമാകുന്ന ഒരു സേവന കേന്ദ്രം കൂടിയായി മാറുമെന്നാണ്. അതുകൊണ്ടാണ് ലാപ്ടോപ്പും കാര്യങ്ങളും കൊടുത്തത്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾ എടുക്കണം. ഏതാണ്ട് ഒരു വായനശാലയ്ക്ക് ഒരു 1,30,000 രൂപയുടെ പ്രൊജക്റ്റ്. അങ്ങനെ 140 വായനശാലകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഈ വായനശാലകൾ ഹൈടെക് ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാ വായനശാലകളും പിന്നെ ക്ലബ്ബുകൾ രൂപീകരിക്കണം ഞാനെന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി ഫോറൊക്കെ തയ്യാറാക്കി മുൻകൈ എടുത്ത് കൊടുത്തിരുന്നു. അത് അത്രത്തോളം നടന്നില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വായനശാല പ്രസ്ഥാനവും ഫിലിം പ്രസ്ഥാനവും ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തെ ഈ നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുത്തത്. അതിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് വലിയൊരു പങ്കുണ്ട്. നല്ല സിനിമകൾ കാണിക്കാനുള്ളൊരു അവസരം, ലോക സിനിമകൾ, ക്ലാസിക് സിനിമകൾ കാണിക്കാനുള്ളൊരു അവസരം, അതിനാണ് നമ്മൾ പ്രൊജക്ടറും സ്ക്രീനും ഒക്കെ കൊടുത്തത്. ഈ നിലയിൽ വായനശാലകളിൽ ഒരു സജീവമായി ഇടപെടാനൊരു ശ്രമം ഞങ്ങളന്ന് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഈ നിലയിൽ വായനശാലകൾക്ക് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് സന്തോഷകരമായൊരു കാര്യമാണ്. അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ നിലയിൽ എന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് MLA എന്നുള്ള എൻ്റെ ഒരു കാര്യം. പിന്നെ സ്പോർട്സ് രംഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലൊരു സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാക്കിയ ഒരാളാണ്. അതിലൊരു സജീവ സംഘാടകനായിരുന്നു. ഞാൻ നല്ലൊരു കളിക്കാരൊന്നല്ലെങ്കിലും ഒരു നല്ലൊരു സ്പോർട്സ് പ്രേമിയും സ്പോർട്സിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. അന്ന് ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രൗണ്ടുകൾ വേണം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഗ്രൗണ്ട് ഉണ്ടാക്കണം. ഒരു ഗ്രൗണ്ട് വരുമ്പോൾ അതൊരു വലിയൊരു കൂട്ടായ്മയാണ്. ചിലപ്പോൾ നമുക്ക് വലിയ കായിക താരങ്ങളൊന്നും വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നാടിൻ്റെ അന്തരീക്ഷത മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് MLA ഫണ്ട് ഉപയോഗിച്ച് 10-20ലധികം ഗ്രൗണ്ടുകൾ നമ്മൾ, പുതിയങ്ങാടി ഗ്രൗണ്ട്, മാടായി ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കല്യാശ്ശേരി സ്കൂൾ ഗ്രൗണ്ട്, കല്യാശ്ശേരി പഞ്ചായത്ത് ഗ്രൗണ്ട്, ഇരുനാവ് ഗ്രൗണ്ട്, ചെറുകുന്ന് സ്കൂൾ ഗ്രൗണ്ട്, വെൽഫെയർ സ്കൂൾ ഗ്രൗണ്ട്, കടന്നപ്പള്ളി സ്കൂൾ ഗ്രൗണ്ട്, മെരീക്കാമ്പള്ളി ഗ്രൗണ്ട്, ഇങ്ങനെ സ്ഥലമുള്ളിടത്തൊക്കെ MLA ഫണ്ട് ഉപയോഗിച്ച് 10-20 ഗ്രൗണ്ടുകൾ ചെയ്യും. മാത്രമല്ല നമുക്ക് ഏറ്റവും മികച്ച സൗകര്യം ഉണ്ടാകണം. അപ്പോൾ നമുക്കറിയാം, കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ നിന്നാണ് PT ഉഷയും വത്സമ്മയും ഷൈനി വിൽസണും മേഴ്സി കുട്ടനും ഒക്കെ വന്നത്. അന്ന് നമുക്കറിയാം, അന്ന് നമുക്ക് മികച്ച സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമുക്ക് ഒരു സിന്തറ്റിക് ട്രാക്കിൽ പരിശീലിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല അത്ലറ്റ് ആവാൻ കഴിയില്ല. അപ്പം നമുക്കിവിടെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ വേണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കല്യാശ്ശേരി മണ്ഡലത്തിലാണ്, മാങ്ങാട്ടോറും, അവിടെ സിന്തറ്റിക് ട്രാക്കിന് സ്ഥലമില്ലാത്തൊരു വിഷയം വന്നപ്പോൾ അന്ന് KCCPLൻ്റെ സ്ഥലം നമ്മൾ സൗകര്യം 10-60 സെൻറ്റ് സ്ഥലം അവർക്ക് അഡ്വാൻസ് പൊസഷനിൽ അവർ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ അതല്ലാത്തൊരു നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് എന്താണെന്ന് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ നമുക്കന്ന് സ്ഥലം കിട്ടാൻ അത്ര എളുപ്പമല്ല. പെരിയാരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമുക്ക് സ്ഥലമുണ്ട്, അവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് നാഷണൽ ഗെയിംസിൻ്റെ ഘട്ടത്തിൽ വന്നു. അപ്പോൾ അന്ന് സഹകരണ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഞാനന്ന് ഭരണസമിതിക്കാരോട് പറഞ്ഞു, ഒരു 10 ഏക്കർ സ്ഥലം തന്നാൽ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഗേലോ ഇന്ത്യ സ്കീമിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് കൊണ്ടുവരാം. മാനേജ്മെൻ്റ് അന്ന് സഹായിച്ചു, അവരതിന് അനുവാദം തന്നു. അപ്പോൾ ഒരു 10-40 കോടിയുടെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ് മുഖേന സെൻട്രൽ ഗവൺമെൻറ് സമർപ്പിച്ചു. അതിനകത്ത് നല്ലൊരു സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ടർഫ്, നല്ലൊരു ഇൻഡോർ, ഒരു സ്വിമ്മിംഗ് പൂൾ, ഇതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. 10 ഏക്കർ. പക്ഷേ നമുക്ക് സിന്തറ്റിക് ട്രാക്ക് മാത്രമാണ് കിട്ടിയത്. ഏതാണ്ട് 7 കോടി രൂപ നമുക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഫുട്ബോൾ നാച്ചുറൽ ടർഫ് വേണം. അതിന് MLA ഫണ്ട് അനുവദിച്ചു. ഇപ്പോൾ പെരിയാരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു സിന്തറ്റിക് ട്രാക്കും നല്ലൊരു ടർഫും ഉണ്ട്. ഇപ്പോൾ 11s ഫുട്ബോൾ, നമ്മളിപ്പോൾ 7s ആണ്. നമുക്ക് 11s കളിക്കാനുള്ള സൗകര്യം കണ്ണൂർ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വളരെ കുറവാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച മത്സരങ്ങൾ നടത്താനുള്ള എല്ലാ സംവിധാനവും കൂടിയുണ്ട്. ഒരു നാഷണൽ ഗെയിംസ് മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര അത്ലറ്റിക്സ് മീറ്റ് നടത്താൻ
ഫിഫയുടെ മാനദണ്ഡമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ കഴിയുന്ന സംവിധാനം ഇവിടെ. പിന്നെ നല്ലൊരു ഇൻഡോർ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇതൊരു ടൗൺഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കൊരു ഇൻഡോർ സ്റ്റേഡിയം വേണം. അപ്പോൾ രാത്രി നമ്മളൊരു ഇൻഡോർ സ്റ്റേഡിയം അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുത്തു. അതിന് MLA ഫണ്ട് കൂടി അതിനോടൊപ്പം ചേർത്തിട്ടാണ് ഇന്നിപ്പോൾ നല്ല നിലവാരമുള്ളൊരു സ്റ്റേഡിയം. പ്രത്യേകിച്ചും അതിൻ്റെ വുഡൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ രാത്രിയുണ്ട്. വോളിബോൾ ഏറ്റവും കൂടുതൽ വോളിബോൾ ക്ലബ്ബുള്ളതും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഉയർന്നു വന്നത് നമ്മുടെ പാണപ്പുഴയാണ്. അവിടെ 10-11 വോളി ടീമുകളുണ്ട്. അവർക്ക് നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ നിർമ്മിച്ചു കൊടുത്തരാൻ. അപ്പോൾ ഈ നിലയിൽ സ്പോർട്സ് രംഗത്ത് നമുക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റി ഉണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ചതാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് സ്പോർട്സിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മണ്ഡലത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം നല്ല ഒരു ഇവിടെ ഒരു അത്ലറ്റിക് സ്കൂൾ നമുക്ക് സ്ഥാപിക്കാൻ മതി. ഈ പരിയാരത്തെ സിന്തറ്റിക് ട്രാക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അത്ലറ്റിക് സ്കൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ നമ്മുടെ ഈ പ്രദേശത്തെ സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളർന്നു വരാനുള്ള ഒരു സംവിധാനമായിട്ട് അത് മാറും. അതൊരു സൂപ്പറാണ്. ഈ നിലയിൽ നമുക്കിപ്പോൾ ഫണ്ടെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും വഴികളിൽ ഫണ്ട് സംഘടിപ്പിക്കാൻ പറ്റുമെന്നതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്. പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ അത്തരം അപേക്ഷകൾ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ഇപ്പോൾ ഗേലോ ഇന്ത്യ സ്കീമിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നുംകുളത്തും കല്യാശ്ശേരിയിലും 2 സ്റ്റേഡിയങ്ങൾ അനുവദിച്ചത്. ഒരുപക്ഷെ ഈ നാടിൻ്റെ പ്രത്യേകത താഴെത്തലം മുതൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് ജനങ്ങളിൽ നിന്നൊരു അഭിപ്രായം ഉയർന്നു വരുമ്പോൾ അത് നിറവേറ്റുന്നതിന് വേണ്ടി പരമാവധി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പാർട്ടിയുടെ ഭാഗത്ത് നല്ലൊരു സഹായം ഉണ്ടായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തെ അതേ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, വികസനത്തിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതിൽ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടോ അതായത് പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ MLAയുടെ പാർട്ടിയുടെ MLAയുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് മാത്രമാണ് വികസനം കൊണ്ടുവരിക. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ മാടായും മാട്ടൂരും എടുത്താൽ ഈ 2 പഞ്ചായത്തുകളിൽ നാളിതുവരെ UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ വികസന രംഗത്ത് അത്തരത്തിലൊരു വിവേചനം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ച പഞ്ചായത്തുകളാണ് ഈ 2 പഞ്ചായത്ത്. റോഡ് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ PW റോഡുകൾ BMBC ആക്കിയിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികൾ വന്നിട്ടുള്ള മാറ്റം, മാട്ടൂർ FHSC ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ അംഗീകാരം നേടിയിട്ടുള്ളതാണ്. പിന്നെ ടൂറിസം രംഗത്താണെങ്കിലും ഇപ്പോൾ അവിടെ പുലിമുട്ട് നിർമ്മാണം, 10-28 കോടി പുലിമുട്ട്, അതുപോലെ തന്നെ തീരദേശ കടൽ ഭിത്തി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായാലും നമ്മളൊരു കുടിവെള്ളമായാലും ഇനി സ്കൂളിൻ്റെ കാര്യമായാലും പിന്നെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയാണ്. ഞാൻ ഇപ്പോൾ നമ്മളൊക്കെ പൊതുവിദ്യാലയത്തിലൂടെ വരുന്നു വന്ന ആളാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു സെക്കുലർ മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നു. കാരണം പൊതുവിദ്യാലയത്തിലുള്ളൊരു ഷെയറിങ്, പൊതുവിദ്യാലയത്തിൽ വളരുമ്പോഴാണ് അവിടെ ഈ വേർതിരിവുകൾ ഇല്ലാതാവുന്നുള്ളത്. പൊതുവിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടി വർഗീയവാദിയാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വർഗീയ വേർതിരിവുണ്ടായപ്പോൾ, വലിയ കലാപങ്ങളുണ്ടായപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കേരളം നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. അപ്പോൾ കേരളത്തിലെ സർക്കാർ എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വളരെ അഭിനന്ദനാർഹമാണ്. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും വലുതാണ് പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണം. നമ്മുടെ മണ്ഡലത്തിൽ 100 കോടിയിലധികം രൂപ അന്ന് പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടി വിവിധ ഏജൻസികൾ വഴി ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ വിദ്യാർത്ഥി എണ്ണം വർദ്ധിക്കുന്നതിനും സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുന്നതിനും ഒക്കെ അത് സഹായകരമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ ഭാവി. അതാണ് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റേതായ അർത്ഥത്തിൽ അതിൻ്റെ തീവ്രതയിൽ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എൻ്റെ ശേഷം വന്ന ജിൻ MLA ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി വളരെ ചടുലതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു.